എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ സിനിമ വരുമ്പോൾ ആ കുട്ടികൾ എങ്ങനെയാണ് അതിനെ റിസീവ് ചെയ്യാന്ന് പറയുന്നത്. കാരണം ഈ അതേ തിരുനെൽവേലിയിലുള്ള അതേ ലൈഫ് സ്റ്റൈൽ ഇപ്പോഴും ആ കുട്ടികളും വാഴത്തോപ്പിലൊക്കെ ജോലിക്ക് പോകുന്ന കുട്ടികളാണ്. അപ്പം മലയാളത്തിൽ അത് എന്തുകൊണ്ട് വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ കുറേ നമ്മൾക്ക് പരിചിതമുള്ള രാഷ്ട്രീയമല്ല അത്. നമ്മളുടെ കൾച്ചറിലുള്ള അങ്ങനെ ഒരു പരിപാടി ഇല്ല. അപ്പം അതുകൊണ്ടാണ് നമുക്കത് ഒരുപാട് പേർക്കത് മീൻസ് തിയേറ്ററിൽ പോയി കാണണം എന്ന് തോന്നാത്തത് അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ കണ്ടിട്ട് ഈ പറഞ്ഞ സിനിമ ബഫായിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ കാര്യങ്ങളും അങ്ങനെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. മറ്റുള്ളവർക്ക് ചിലപ്പോൾ അതൊരു സാധാരണ സിനിമയാണെന്ന് ചിലപ്പോൾ തോന്നാം. ജനറൽ ഓഡിയൻസിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ആ സിനിമകളെ ഇങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്ത് അവർ കാണുമായിരിക്കും. പക്ഷെ അവർക്ക് അതിൻ്റെ രാഷ്ട്രീയം ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, അല്ലെങ്കിൽ അതെന്തിനാണ് ചിലപ്പോൾ അവിടെ അങ്ങനെ കാണിച്ചിരിക്കുന്നതെന്ന് ചിലപ്പോൾ അറിയില്ല. അവർക്കതൊരു വിഷ്വൽ മാത്രമായിരിക്കാം. ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, നമ്മളത് ആരഭിനയിച്ചു കഴിഞ്ഞാലും ആ ക്യാരക്ടേഴ്സ് നന്നായിരിക്കും. ബിക്കോസ് ആ ക്യാരക്ടറിനെ അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന രീതി, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ക്യാരക്ടർ. ഇപ്പോൾ മലർ ടീച്ചറുടെ ക്യാരക്ടർ പ്രേമം, നമ്മളത് പറയുമ്പോൾ ആ ക്യാരക്ടറിനാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. ആ ക്യാരക്ടറിൻ്റെ എസൻസും അവരുടെ പ്രസൻസും ഒക്കെയാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് വളരെ പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഒരാൾ വന്ന് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കത് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ, അങ്ങനെ ഒരു ക്യാരക്ടർ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ പോയി അഭിനയിക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. അത് നമുക്ക്, കാരണം ആൾക്കാർക്ക് അത് എന്തായാലും ഇഷ്ടപ്പെടും നമുക്കറിയാം. കാരണം അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീച്ചർ. അത് ഞാൻ മാരി സാറിൻ്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ് വാഴയും. സാറിൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സാറിനത് എങ്ങനെ കാണണോ അങ്ങനെ അഭിനയിക്കണം എന്നുള്ളത് മാത്രമേ അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്കത് മൂപ്പരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം മൂപ്പരെ ലൈഫിൽ മൂപ്പര് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ആ കുട്ടിയോടാണെങ്കിലും ആ കുട്ടിയെ കൊണ്ട് മൂപ്പര് അങ്ങനെയാണ് അഭിനയിപ്പിക്കുന്നത്. കാരണം ഇയാളുടെ ഇമോഷനാണ് ആ കുട്ടിയിലേക്ക് ഫീഡ് ചെയ്യണേ. അപ്പോൾ ആ കുട്ടീനെ അയാൾ നോക്കുന്നതും ആ കുട്ടിയോട് അയാൾ സംസാരിക്കുന്നതും ആ കുട്ടിയോട് അയാൾ എമ്പത്തൈസ് ചെയ്യുന്നതും നമുക്ക് റിയലിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം ആ കുട്ടി എന്തെങ്കിലുമൊക്കെ അഭിനയിക്കുന്ന സമയത്ത് പുള്ളി പോയിട്ട് കുട്ടിയുടെ തലയിൽ തലോടും, അല്ലെങ്കിൽ കുട്ടിയുടെ മുടി ശരിയാക്കും. നമുക്കത് കാണുമ്പം അയാൾക്ക് അന്ന് കിട്ടാതെ പോയതൊക്കെ നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുന്നത് പോലെ നമുക്ക് തോന്നും. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ സിനിമ വരുമ്പോൾ ആ കുട്ടികൾ എങ്ങനെയാണ് അതിനെ റിസീവ് ചെയ്യാന്ന് പറയുന്നത്. കാരണം ഈ അതേ തിരുനെൽവേലിയിലുള്ള അതേ ലൈഫ് സ്റ്റൈൽ ഇപ്പോഴും ആ കുട്ടികളും വാഴത്തോപ്പിലൊക്കെ ജോലിക്ക് പോകുന്ന കുട്ടികളാണ്. സോ അവർക്കത് അങ്ങനെ പോകാൻ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ അങ്ങനെ അവിടെ നിന്ന് ഒരുപാട് അങ്ങനെ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമല്ല അതിപ്പോഴും. അപ്പോൾ അവരുടെ രാഷ്ട്രീയവും അവരുടെ കാര്യങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഇപ്പം മലയാളത്തിൽ അത് എന്തുകൊണ്ട് വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ കുറേ നമ്മൾക്ക് പരിചിതമുള്ള രാഷ്ട്രീയമല്ല അത്. നമ്മളുടെ കൾച്ചറിലുള്ള അങ്ങനെ ഒരു പരിപാടി ഇല്ല. അപ്പം അതുകൊണ്ടാണ് നമുക്കത് ഒരുപാട് പേർക്കത് മീൻസ് തിയേറ്ററിൽ പോയി കാണണം എന്ന് തോന്നാത്തത് അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ കണ്ടിട്ട് ഈ പറഞ്ഞ സിനിമ ബഫായിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ കാര്യങ്ങളും അങ്ങനെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. മറ്റുള്ളവർക്ക് ചിലപ്പോൾ അതൊരു സാധാരണ സിനിമയാണെന്ന് ചിലപ്പോൾ തോന്നാം. അങ്ങനെ തന്നെയാണ് കൊട്ടുകാളി എന്ന് പറഞ്ഞ സിനിമയും. അത് നമുക്ക് മനസ്സിലാവുന്ന രാഷ്ട്രീയമോ നമ്മൾ കണ്ടിട്ടുള്ളതോ നമ്മൾ ശീലിച്ചിട്ടുള്ളതോ ആയിട്ടൊരു കാര്യമല്ലാത്തത് കൊണ്ട് നമുക്കത് റെസൊനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിനോടുള്ള. പക്ഷെ പിന്നീട് ഇപ്പൊ പാരഞ്ജിത്തിന്റെ സിനിമകളാണെങ്കിലും ആര്യ സെൽവരാജിന്റെ സിനിമകളാണെങ്കിലും OTT വന്നതിന് ശേഷമൊക്കെ അത് നമ്മൾ ക്രിട്ടിക്കലി നമ്മൾ മാത്രമേ നമുക്ക് കൂടുതൽ സംസാരിക്കുന്നുള്ളൂ. നമ്മൾ സിനിമ അറിയാവുന്ന, സിനിമ കാണുന്ന ഒരുപാട് ആൾക്കാർ ആണ് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നത്. ജനറൽ ഓഡിയൻസിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ആ സിനിമകളെ ഇങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്ത് അവർ കാണുമായിരിക്കും. പക്ഷെ അവർക്ക് അതിൻ്റെ രാഷ്ട്രീയം ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, അല്ലെങ്കിൽ അതെന്തിനാണ് ചിലപ്പോൾ അവിടെ അങ്ങനെ കാണിച്ചിരിക്കുന്നതെന്ന് ചിലപ്പോൾ അറിയില്ല. അവർക്കതൊരു വിഷ്വൽ മാത്രമായിരിക്കാം. നമ്മളതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുന്നതും നമ്മളതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നതും ഒക്കെ കൊണ്ടാണ് നിങ്ങൾക്ക്, ഇപ്പോൾ നിങ്ങൾ ജേർണലിസം ഒക്കെ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കത് ഈസിലി പെട്ടെന്ന് മനസ്സിലാവുകയും നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾ കാണുന്ന നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരും നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ജനറൽ ഓഡിയൻസിന് ആ സിനിമകൾ പാരഞ്ജിത്ത് ആരാന്ന് വെച്ച് കഴിഞ്ഞാലോ മാരി സെൽവരാജ് ആരാന്ന് വെച്ചാലോ ചിലപ്പോൾ അറിയണമെന്നുണ്ടാവില്ല. പക്ഷെ തമിഴ്നാട്ടിൽ കുറച്ചും കൂടി അവരുടെ രാഷ്ട്രീയം ആൾക്കാർക്ക് മനസ്സിലാവുകയും അവർ കണ്ട് ശീലിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് അതിലേക്ക് കുറേ കൂടെ ആൾക്കാർ അവരുടെ സിനിമകൾ കാണുകയും സക്സസ് ആവുകയും ചെയ്യുന്നുണ്ട്.